Our next topic is unit normal vectors. Unit normal vectors. നമ്മൾ കഴിഞ്ഞ ഏതൊരു സെക്ഷനിൽ 4th സെക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നു. ഡെറിവേറ്റീവ്, വെക്റ്റർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ആ പ്രോബ്ലത്തിൽ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് റീകോൾ ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ്, ഇഫ് വെക്റ്റർ ആർ ഓഫ് ടി ഈസ് എ ഡിഫറൻഷ്യബിൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ 2 space or 3 space and is of constant length for all t, then vector r of t dot vector r dash of t equal to 0. That is, vector r of t and vector r dash of t are orthogonal vectors for all t. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, 2 സ്പേസിലോ 3 സ്പേസിലോ ഉള്ള ഒരു ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് വെക്റ്റർ ആർ ഓഫ് ടി. വെക്റ്റർ ആർ ഓഫ് ടിയുടെ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ ഓൾ ടിക്ക് ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ നോം ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഫോർ ഓൾ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വെക്റ്റർ ആർ ഓഫ് ടി ഡോട്ട് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയിരുന്നു. അപ്പൊ നമ്മൾ അതിനൊരു പേര് പറയും, വെക്റ്റർ ആർ ഓഫ് ടിയും അതിന്റെ ഈ രണ്ട് വെക്റ്ററിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആണ് എന്നാണ് പറയാം. അപ്പം ദാറ്റ് ഈസ് വെക്റ്റർ ആർ ഓഫ് ടി ആൻഡ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ആർ ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ഫോർ ഓൾ ടി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഒക്കെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ വെക്റ്റർ ടി ഓഫ് ടി അല്ലെ, ഈ ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ആണ്. അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോം എന്തായിരിക്കും? 1 ആണ് അല്ലെ. ഏത് ടിക്കും നോം 1 ആണ്. യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ആണ് എന്ന് വെച്ചാൽ നോം 1 ആയിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ നോം കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? അപ്പൊ നോം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് ഈ വെക്റ്റർ ടി ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ ടി ഓഫ് ടി ആൻഡ് ടി ഡാഷ് ഓഫ് ടി ആർ ഓർത്തോഗണൽ വെക്റ്റേഴ്സ് നമുക്ക് പറയാം. അപ്പൊ നോട്ടായിട്ട് എഴുതിക്കോ, വെക്റ്റർ ടി ഓഫ് ടി ആൻഡ് വെക്റ്റർ ടി ഡാഷ് ഓഫ് ടി ആർ ഓർത്തോഗണൽ വെക്റ്റേഴ്സ്. എന്തുകൊണ്ടാണ്? ടി ഓഫ് ടി എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ആണ്. എന്ന് വെച്ചാൽ നോം ടി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. ഇനി നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. രണ്ട് വെക്റ്റേഴ്സ് നോർമൽ ആണെന്ന് പറയുകയാണെങ്കിൽ എന്താ കണ്ടീഷൻ എന്ന് നോക്കാം. അപ്പൊ ഡെഫിനേഷൻ ആണ്, vector t dash of t is perpendicular to the tangent line to C at t, and so we say that t dash of t is normal to C at t. but t dash of t എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പെർപെൻഡിക്കുലർ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ടി ഓഫ് ടിയും ടി ഡാഷ് ഓഫ് ടിയും പെർപെൻഡിക്കുലർ ആണ് എന്ന് വെച്ചാൽ ടാൻജന്റ് ലൈൻ ആണിത്. അപ്പൊ ടാൻജന്റ് വെക്റ്റർ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാലും ടാൻജന്റ് വെക്റ്റർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണല്ലോ. അപ്പോൾ വെക്റ്റർ ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ലൈൻ ടു ദ കർവ് ആണ് അറ്റ് ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ കർവിന്റെ നോർമൽ ആണ് അറ്റ് ടി. അപ്പൊ ടി ഡാഷ് ഓഫ് ടി പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ലൈൻ ടു സി അറ്റ് ടി ആണെങ്കിൽ നമുക്ക് പറയാം ടി ഡാഷ് ഓഫ് ടി ഈസ് നോർമൽ ടു സി അറ്റ് ടി. അപ്പൊ നോർമൽ വെക്റ്റർ എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്താന്ന് കാണാം. യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്താന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്താ നോക്കാം. ഇഫ് വെക്റ്റർ ടി ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0, then the principal unit normal vector or the unit normal vector to the curve C at the point corresponding to t is vector n of t equal to vector t dash of t divided by norm t dash of t, and vector n of t is normal to C and points in the same direction as t dash of t. അപ്പോൾ ഡെഫിനിഷൻ ഇതാണ്, ഇത്രയേ ഉള്ളൂ.
നോർമൽ വെക്ടർ യൂണിറ്റ് നോർമൽ വെക്ടർ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. വെക്ടർ ടി ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ യൂണിറ്റ് നോർമൽ വെക്ടർ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇഫ് വെക്ടർ ടി ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ദെൻ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് വിളിക്കാം. ഇത് രണ്ടും ഈ വെക്ടറിന്റെ പേരാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞ കർവിന്റെ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ അറ്റ് പോയിന്റ് ടി എന്ന് പറയുന്നതാണ് അതിന്റെ ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി ആണ്. ഇനി ഈ നോർമൽ വെക്ടറിന്റെ പ്രിൻസിപ്പൽ നോർമൽ യൂണിറ്റ് നോർമൽ വെക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സി എന്ന് പറഞ്ഞ കർവിന് നോർമൽ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് നോർമൽ ടു സി ആണ്. അതുപോലെ ഈ യൂണിറ്റ് നോർമൽ വെക്ടറും നോർമൽ ടു സി ആയിരിക്കും. പിന്നെ അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടി ഡാഷ് ഓഫ് ടിന്റെ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു യൂണിറ്റ് നോർമൽ വെക്ടർ ആണെന്ന് മാത്രമേ ഉള്ളൂ. നോ 1 ആയിരിക്കും മാത്രമേ ഉള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ വെക്ടർ n ഓഫ് ടി ഫോർ ദ സർക്കുലർ ഹെലിക്സ് x equal to a cos t, y equal to a sin t, z equal to ct where a greater than 0. അപ്പൊ നമ്മൾ ആദ്യം വെക്ടർ r ഓഫ് ടി എഴുതണം. പൊസിഷൻ വെക്ടർ എഴുതണം അല്ലെ? അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിന്റ്, position vector of any point on the given circular helix is vector r of t equal to xi plus yj plus zk ആണ്. x എന്ന് പറയുന്നത് a cos t i plus a sin t j plus ct k ക്യാപിറ്റൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെക്ടർ ടി ഓഫ് ടി ആണ് അല്ലെ? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കണം. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആർ ഡാഷ് ഓഫ് ടിയും ആവശ്യമുണ്ട്, നോം ആർ ഡാഷ് ഓഫ് ടി ആവശ്യമുണ്ട്. അത് കണ്ടുപിടിക്കുക. അപ്പൊ ദെൻ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് സി ടിന്റെ ഡെറിവേറ്റീവ് സി കെ. അപ്പൊ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നമുക്ക് കിട്ടി. അടുത്തത് നോം ആർ ഡാഷ് ഓഫ് ടി. നോം ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് വരും, നോം ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് സി സ്ക്വയർ. അപ്പൊ അതെന്ത് വരും? എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി വരും. അപ്പൊ അത് 1 ആവും. അപ്പൊ എ സ്ക്വയർ മാത്രം. അപ്പൊ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആവും. നോം എന്ന് പറഞ്ഞാൽ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യാ? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, ഹെൻസ് വെക്ടർ ടി ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് സി കെ ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് വെക്ടർ ടി ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഓരോ കമ്പോണന്റിന്റെ ഡിനോമിനേറ്റർ ആക്കി എഴുതാം അല്ലേ? എന്ന് വെച്ചാല് വെക്ടർ ടി ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതാം. which is equal to minus a sin t divided by
റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഐ പ്ലസ് എ കോസ് ടി ഡിവൈഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ജെ പ്ലസ് സി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കെ. ഇതാണ് നമ്മുടെ ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത്, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ടി ഡാഷ് ഓഫ് ടിയും കണ്ടുപിടിക്കണം, നോം ടി ഡാഷ് ഓഫ് ടിയും കണ്ടുപിടിക്കണം, യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഇനി ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? വെക്ടർ ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇത് വെക്ടർ ടി ഓഫ് ടി. ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും? ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ ഈ ഡിനോമിനേറ്ററും ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്, നമ്മൾ സൈൻ ടീന്റെ മാത്രം കണ്ടാൽ മതിയാവും. അപ്പൊ മൈനസ് എ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഇനി സൈൻ ടീന്റെ ഡെറിവേറ്റീവ് കോസ്റ്റ് ഐ, ഇവിടെ പ്ലസ് എ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്. കോസ്റ്റീന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. അപ്പൊ നമുക്ക് ഇവിടെ സൈൻ മാറ്റാം, മൈനസ് സൈൻ ടി ജെ പ്ലസ് ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലെ, മൊത്തം കോൺസ്റ്റന്റ്. അപ്പൊ ഇതെന്ത് വരും? 0 വരും. അപ്പൊ 0 വരും. ഈ രണ്ട് ടേമേ ഉള്ളൂ ടി ഡാഷ് ഓഫ് ടിയില്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നോം ആണ് ഇതിന്റെ. നോം ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. ഇവിടെ രണ്ടും സെയിം നമ്പർ ആണ് അല്ലെ, അപ്പൊ നമുക്ക് ആ സ്ക്വയർ അതൊന്ന് ബ്രാക്കറ്റിൽ എടുത്ത് സ്ക്വയർ ചെയ്യാം. റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ ഇതിന്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി വരും. അതെന്താണ്? 1 ആണ്. ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് എഴുതിയതാണ്, നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. സൈൻ സ്ക്വയർ ടി ഇത് 1 വരും. അപ്പൊ നമുക്ക് ഇതിന്റെ നോം എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പൊ എ സ്ക്വയറിന്റെ റൂട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? എ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന് കിട്ടും. ഇതിന്റെ റൂട്ട് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ എഴുതാത്തത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട വാല്യൂസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാം. therefore principal unit normal vector n of t equal to vector t dash of t divided by norm t dash of t, which is equal to vector t dash of t is the minus a cos t divided by root a square plus c square I minus a sin t divided by root a square plus c square j divided by norm എന്ന് പറയുന്നത് a by root a square plus c square ആണ് അല്ലേ. അപ്പൊ നമ്മളിത് ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എന്ന് വരും അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ആയി പോവും? ഈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇവിടെ ഉണ്ട്, അതും ഇതുമായിട്ട് ക്യാൻസൽ ആയി പോവും. അതുപോലെ എ ഇവിടെ ഉണ്ട്, അതും ഇതുമായിട്ട് ക്യാൻസൽ ആയി പോവും. അപ്പൊ ലാസ്റ്റ് എന്ത് കിട്ടും നമുക്ക്? വെക്ടർ മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ. ഇത് യൂണിറ്റ് വെക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ നോം കണ്ടത് എന്താ? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എത്രയാണ്? 1 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് നോർമൽ വെക്ടർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതേ മോഡലാണ്, ഇത്രയും കാണാൻ നമുക്ക് ഓൾറെഡി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഈ യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടാൽ മാത്രം മതി. അപ്പൊ ഇതാണ് യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത്.